ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പം ഒരു 1/2 കപ്പ് ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറിയതാണ്, അപ്പോൾ ഒരു 20 എണ്ണൊക്കെ എടുക്കുക. വലുതാണെങ്കിൽ ഒരു 10 എണ്ണൊക്കെ എടുത്താൽ മതി. ഇനി ഒരു കൈപ്പിടിക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ചേർക്കുക. വലിയ ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മീൻ പൊരിച്ചതിന് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂണ് വിനെഗർ ചേർക്കുക. വിനെഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീരും എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നമ്മളെ കയ്യിലുള്ള മീനുകളൊക്കെ എടുക്കുക കേട്ടോ. അത് പലതരം മീനുകളാണ്, ചൂണ്ടലിട്ട് പിടിച്ചതാണ് കേട്ടോ എൻ്റെ ബ്രദർ. അപ്പോൾ പലതരം വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ മസാല മൊത്തം ചേർക്കുക കേട്ടോ. ഇതൊരു ഏകദേശം 1.5 കിലോ മീനൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ മസാല ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതും കൂടി നമ്മൾ ഈ ഒരു മീനിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ നമ്മളെ മീനിലൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മീൻ പൊരിച്ചതാണ്. അടിപൊളി മസാല ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു ഭാഗം ആയതിന് ശേഷം മറ്റേ ഭാഗത്ത് മറിച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഈ മസാലയൊക്കെ നന്നായിട്ടുള്ളതിനോണ്ട് കൂടുതൽ വെളിച്ചെണ്ണ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മീൻ പൊരിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.